ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത്. പലഹാരമായിട്ടും ഇത് ഉപയോഗിക്കാം. നമുക്കുണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടിയ ചേരുവകൾ: 1 കപ്പ് വറുത്ത റവ, 1/2 കപ്പ് തൈര്, 1 സബോള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ചതച്ചത്, 1/4 കപ്പ് തേങ്ങ, തക്കാളി 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് വറുത്ത് വെച്ച റവ ഇടുക. എടുത്തു വെച്ച തൈര് ചേർക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, പച്ചമുളക്, ചിരികിയ തേങ്ങ, ഇവയെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇത് നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒന്നിച്ച് മൊത്തം ഒഴിക്കേണ്ടതില്ല, കുറേശ്ശെ നോക്കി ഒഴിക്കുക. ഏകദേശം ഇപ്പോൾ എല്ലാം നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. ഇതിലേക്ക് വേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി കടുക് കൂടെ ഈ മിക്സിലോട്ട് ഇട്ട് അതിനെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിക്ക് ആവശ്യമായിട്ട് മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനെയെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ 15 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കാം. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല. എല്ലാ കോളത്തിലും കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. ചൂടായ ശേഷം അതിലേക്ക് നമ്മുടെ മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഇത്രയും ഒഴിച്ചാൽ മതി. അത് തനിയെ പിന്നീട് പൊങ്ങി വരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതിനെ തിരിച്ചിടാം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത സൈഡ് നല്ലപോലെ വെന്തിരിക്കുകയാണ്. ഏകദേശം ഗോൾഡൻ കളർ വരും. ഇനിയും നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ റവ കൊണ്ടുള്ള ഉണ്ണി ബോണ്ട തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.